ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനെ പറ്റിയാണ്. എന്താണ് ഇന്ത്യ ഗവൺമെന്റ്? എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് നിലവിൽ വന്നത്? എന്തൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ ഇന്ത്യ ഗവൺമെന്റിനെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന സംയുക്ത ഐക്യത്തെ ഭരിക്കുന്നതിനായി ഭരണഘടനാനുസൃതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അധികാര സമ്പ്രദായമാണ് ഭാരത സർക്കാർ. കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് എന്നും ഇത് അറിയപ്പെടുന്നു. ഭാരത സർക്കാരിന്റെ ആസ്ഥാനം ന്യൂഡൽഹി എന്നാണ്. 1833 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന വിശേഷണത്തോടെയുള്ള ഇത്തരത്തിലുള്ള ആദ്യത്തെ നിയമ നടപടിയാണിത്. യൂണിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഗവൺമെന്റ് വെസ്റ്റ് മിനിസ്റ്റർ സമ്പ്രദായത്തിന്റെ മാതൃകയിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമായും എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിവ ഉൾപ്പെടുന്നു. അധികാരങ്ങൾ യഥാക്രമം പ്രധാനമന്ത്രി, പാർലമെന്റ്, സുപ്രീം കോടതി എന്നിവയിൽ ഭരണഘടന നിക്ഷിപ്തമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രതലവനും ഇന്ത്യൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫുമാണ്. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എക്സിക്യൂട്ടീവിന്റെ തലവനായി പ്രവർത്തിക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. പാർലമെന്റ് ദ്വിസഭ സ്വഭാവമുള്ളവരാണ്. ലോകസഭയും രാജ്യസഭയും. ജുഡീഷ്യറിയിൽ വ്യവസ്ഥാപിതമായ ഒരു സുപ്രീം കോടതി, 25 ഹൈക്കോടതികൾ, നിരവധി ജില്ലാ കോടതികൾ എന്നിവ ഉൾപ്പെടുന്നു. എല്ലാം സുപ്രീം കോടതിയേക്കാൾ താഴ്ന്നതാണ്. ഇന്ത്യയിലെ പൗരന്മാരെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സിവിൽ, ക്രിമിനൽ നിയമങ്ങൾ പ്രധാന പാർലമെന്ററി നിയമനിർമ്മാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് രാജ്യത്തിന്റെ മുഴുവൻ പേര്. ഭരണഘടനയിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയും ഭാരതും ഒരുപോലെ ഔദ്യോഗിക ചുരുക്കപ്പേരുകളാണ്. യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, ഭാരത സർക്കാർ എന്നീ പദങ്ങൾ പലപ്പോഴും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഇന്ത്യൻ സർക്കാരിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഗവൺമെന്റിന്റെ ഇരിപ്പിടം ന്യൂഡൽഹി ആയതിനാൽ ന്യൂഡൽഹി എന്ന പദം കേന്ദ്ര സർക്കാരിന്റെ മെട്രോണമി ആയിട്ടാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനിയും ഇന്ത്യയെ പറ്റി വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.